സുമുഖൻ സുന്ദരൻ. കേരളത്തിലെ കോൺഗ്രസ് മുഖത്തിന്റെ യുവനിരയിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് വി.ടി. ബൽറാം. പോരാട്ടവീര്യം ആവോളമുള്ള ഈ ജനനേതാവ് തന്റെ ആശയങ്ങളിലൂടെ പൊതുജനങ്ങളോട് സംവദിക്കുകയും തെറ്റായ പ്രവണതകളോട് അണുവിട വിട്ടുകൊടുക്കാത്ത മനോഭാവത്തോടെ പോരാടുന്ന ഒരു യുവ പോരാളിയുമാണ്. വരാനിരിക്കുന്ന കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുടെ മുഖമാണ് വി.ടി. ബൽറാം. കഴിഞ്ഞ തവണ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിനിധിയും നിലവിൽ എക്സൈസ് മന്ത്രിയുമായ എം.ബി. രാജേഷിനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണ യാതൊരു അട്ടിമറിയും സാധ്യമാകാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അത് ഈ യുവ നേതാവിന് നിഷ്പ്രയാസം സാധ്യമാണ്. ജനങ്ങളെ അറിയുന്ന, പൊതുവികാരത്തിന്റെ പൾസ് അറിയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പവുമാണല്ലോ. വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു ബൽറാം. 1997 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെയും 2001 തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെയും പഠനകാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. 1999, 2000 2006, 2007 കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ബൽറാം. KSU സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരണമായ കലാശാലയുടെ ചീഫ് എഡിറ്ററുമായിരുന്നു. കൂടാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 13, 14 കേരള നിയമസഭകളിൽ തൃത്താല മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികനായിരുന്നു ബൽറാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റെങ്കിലും തന്റെ കർമ്മ മേഖലയിൽ നിരന്തരം അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ രീതിയാണ്. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ കർമ്മമായാണ് അയാൾ കാണുക. ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ആ വ്യക്തിക്ക് അധികാര പദവികൾ നിർബന്ധമില്ല. പൊതുജനങ്ങൾക്ക് ആ കർമ്മനിരത മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ വി.ടി. ബൽറാമിനെ പോലൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ജനവികാരം തനിക്ക് അനുകൂലമാക്കാൻ വലിയ പ്രയാസമില്ല എന്നതാണ് സത്യം. എം.ബി. രാജേഷിന് അനുകൂലമായി 3500-ൽ പരം വോട്ടുകൾ ഒരു BJP നേതാവ് മറിച്ചു കൊടുത്തു എന്ന സന്ദീപ് വാര്യരുടെ പുതിയ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. തിരഞ്ഞെടുപ്പിൽ നാടകീയതയും അട്ടിമറികളും ഉണ്ടാകുമെങ്കിലും ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ അജണ്ടകൾ തീർത്തും ലജ്ജാവഹമാണ്. ജനാധിപത്യ വിരുദ്ധമായ ചെയ്തികൾക്കെല്ലാം അടുത്ത തിരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി ജനം നൽകുക തന്നെ ചെയ്യും. 2011 മുതൽ 2021 വരെ തങ്ങളെ ആത്മാർത്ഥമായി സേവിച്ച ജനനേതാവിനെ ജനം പഴയതിലും ആത്മാർത്ഥമായി സ്വീകരിക്കും എന്നുറപ്പാണ്. അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ തളരുന്ന ആളല്ല ബൽറാം. കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ തന്റെ നിലപാട് വെട്ടിത്തുറന്നു പറയുന്ന ആളാണ്. വി.ടി. ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർട്ടിയാണ് വലുത്. സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ എന്നതിനപ്പുറം തന്റെ രാഷ്ട്രത്തെ സേവിക്കാൻ കോൺഗ്രസ് എന്ന മാർഗം സ്വീകരിച്ചത് ആ പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. ചടുലമായ പ്രവർത്തനങ്ങളും കൃത്യമായ രാഷ്ട്രീയവുമായി കോൺഗ്രസ് ശക്തിപ്പെടുക, അതുവഴി തന്റെ നാട്ടിലെ ജനങ്ങളെ സേവിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് വി.ടി. ബൽറാം. ഒരു ന്യൂജൻ നേതാവെന്ന നിലയിൽ പൊതുസമൂഹത്തിന്റെ അടിത്തട്ടിൽ എന്ന പോലെ പുരോഗമിച്ചു വരുന്ന ടെക്നോളജി എന്നിവയിലും അദ്ദേഹം തന്റെ ആശയങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജനങ്ങളോട് സംവദിക്കാനുള്ള ഏതു മാർഗവും അദ്ദേഹം ശരിയാംവണ്ണം ഉപയോഗിക്കുന്നു എന്ന് സാരം. ഈ യുവ നേതാവിനെ തങ്ങളുടെ ജനപ്രതിനിധിയായി തിരിച്ചുപിടിക്കാനും 2012 തൃത്താലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അട്ടിമറിക്ക് ആ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ തന്നെ ശക്തമായി മറുപടി നൽകാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.